ഇങ്ങനെ സാധിക്കുന്നു മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നാളെ എന്റെയും നിന്റെ കുടുംബത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. നാളെ സമൂഹത്തിൽ നമ്മൾ ഇറങ്ങിയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പാഠം നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു അമ്മ പുഴയിലെറിഞ്ഞു, അതൊരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോയി. അതായത് ഒരു വർഷമായിട്ട് അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കൊച്ചിനെ 4 വയസ്സ് തികഞ്ഞിട്ടില്ല, അപ്പോൾ 2.5 വയസ്സ് മുതൽ എങ്ങനെ സാധിക്കുന്നു, അതും കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തി. നമ്മുടെ നാളത്തെ അവസ്ഥയാണ്. നിയമം ഉള്ളതുകൊണ്ട് നിയമത്തിന്റെ ആ ഒരു കഠിനമായ ഒരു പരിശ്രമം ഉണ്ടല്ലോ മറ്റുള്ളവരെ നന്നാക്കാനുള്ള, ആ ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ കുറേ നാളുകൾ വന്ന് ഇറങ്ങും. ഇനി എന്താണെങ്കിലും ഇനിയിപ്പോൾ കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, മറ്റു കോടതി അതായിട്ടൊക്കെ ഇവനെ കൊടികൂത്ത വക്കീൽമാരും വരും വാദിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നാളെ ഇവനൊരു മാനസിക രോഗിയായിട്ട് മാറും. ഇന്നിപ്പോൾ ആ തള്ള മാനസിക രോഗിയായിട്ട് മാറിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു മാനസിക രോഗിയായിട്ട് മാറും. അല്ലെങ്കിൽ കുറേ നാൾ ജയിലിലിടും. അത് നല്ല നടപ്പിനെ അവനെ പുറത്തും വിടും. ഇത് തന്നെ റെഡി ടു ഈറ്റ്, തീർത്ത് കളയത് അത്രേ ഉള്ളൂ. നാടിന്, കാട്ടുകാർക്കും നാടിനും ഒന്നിനും ഗുണമില്ലാത്തവനെക്കാണ് തീർത്ത് കളയത്. അത്രേ സംഭവം ചെയ്യാനുള്ളൂ. എന്തിനാ ഹ്യൂമൻ റൈറ്റ്സ്, എന്തിനാണ് ഈ നിയമം? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് നിയമം? ഇന്ന് ഈ പറയുന്ന ഞാൻ വരെയും ഇത് മറന്നുപോകും, ഇന്നത്തോടുകൂടി മറന്നുപോകും. കുറച്ച് കാലം, ഒരു 2-3 വർഷമൊക്കെ ആയുമ്പോൾ ഇവനെ നല്ല അടുപ്പിന് ചിലപ്പോൾ പുറത്തും വിടും. ഇവൻ സത്യന്തമായിട്ട് പുറത്തും നമ്മൾ ആരും അറിയുമ്പോൾ നമ്മൾ ഇതിന്റെ പിന്നാലെ പോകും. ഇന്നത്തെ ഈ ചൂടിലായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇത് പറയുന്നത്, ഈ ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവന് നിയമത്തിന് ഞാൻ പറയണ തൂക്കുകയറ്, വധശിക്ഷ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അവരാണ് തീർത്ത് കളയുമല്ലോ. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഇവന് പരമാവധി ശിക്ഷ എന്താണോ, തൂക്കുകയറ്, നമ്മുടെ വധശിക്ഷ, അതങ്ങോട്ട് കൊടുത്ത് ഇതുപോലുള്ള കുറേ കഴപ്പം. ഇവന് കഴപ്പൊന്നുമില്ല കേട്ടോ. ഇത് അതിനൊന്നും അത്രയും കുറച്ച് കാണിക്കാൻ പറ്റില്ല. ഇതിനെ കഴപ്പൊന്നും പറഞ്ഞാൽ നമ്മൾ ഇത് അതിന് മേലുള്ളൊരു സാധനമാണെങ്കിൽ നാളെ ഇവൻ പ്രാന്തനാവും, മാനസിക രോഗിയാവും, അതാവും ഇതാവും. നാളെ ഇവനെ കൊടിമൂത്ത വക്കീമാർ വരും, ഇറക്കിക്കൊണ്ട് പോകും. നമ്മളിവിടെ കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കും, നമ്മളിത് കണ്ട് അതിശയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും